ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. M4 മീഡിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പിക് എന്നുള്ള ഒരു അൺബോക്സിംഗ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു റിയൽമിയുടെ സ്മാർട്ട് ബാൻഡാണ്. അപ്പം ഒരു വാച്ച് മേടിക്കാൻ പ്ലാനുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാച്ചിൻ്റെ അതേ എക്സ്പെൻസ്, ഏകദേശം അതേ എക്സ്പെൻസ് വരുന്ന ഓഫറിൽ കിട്ടുന്ന ഒരു മോഡലാണ്. ഇത് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആണ്. അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് നമുക്ക് ഇതിനകത്തെ ഫീച്ചേഴ്സ് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ലാർജ് കളർ ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് റിയൽ ടൈം ഹാർട്ട് റേറ്റ് മോണിറ്റർ, ഇപ്പം നമ്മൾ രാവിലെ ജോഗിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നടക്കാൻ പോകുന്ന അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കേബിൾ ഫ്രീ ചാർജിങ്, അതായത് ഇതിന് പ്രത്യേകിച്ച് കേബിളൊന്നുമില്ല. ഈ ഒരു മോഡലിലെ സ്ട്രാപ്പ് ഒരു സൈഡ് ഊരിയിട്ട് നമുക്ക് സാധാരണ ചാർജിങ് ഡോക്കിൽ, അതായത് നമ്മൾ അഡാപ്റ്ററിൽ നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആപ്പ് നോട്ടിഫിക്കേഷൻ, നമ്മുടെ വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ മെസ്സേജസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ നമുക്ക് ട്രാക്കിങ്, നമ്മൾ ഓടുന്ന ട്രാക്കിങ്, നമ്മൾ എന്തുമാത്രം അച്ചീവ് ചെയ്തു എന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും. പിന്നെ IP68 ആണ് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് വരുന്നത്. അതായത് IP68 വാട്ടർ പ്രൂഫാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിമ്മിങ്ങും മറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും ഇതിനകത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കംപ്ലൈൻ്റ് ഒന്നും ഈ ഒരു മോഡൽ ഉണ്ടാകുന്നില്ല. പിന്നെ ഈ ഒരു വിലയിൽ ഇത്രയും ഫീച്ചേഴ്സ് വന്നത് തന്നെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവരൊരു ബോക്സിലൊക്കെ നല്ല നീറ്റായിട്ടാണ് തന്നിരിക്കുന്നത് സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇതാണ് നമ്മുടെ റിയൽമി ബാൻഡ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പുട്ട് ദ ബാൻഡ്സ് ഓഫ് ദ ട്രാക്കർ ആൻഡ് ഇൻസർട്ടബിലിറ്റി ഇൻ USB പ്ലഗിൻ. അപ്പോൾ USB പോർട്ടിൽ ചാർജ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിത് ആദ്യം തന്നെ ഇത് ഓൺ ആക്കുന്നത് നമ്മൾ USB കണക്ട് ആക്കിയതിന് ശേഷമാണ് ഇത് ഓപ്പൺ ആക്കേണ്ടത്. എന്നാലേ ഇത് ഓൺ ആകത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത ഒരു മോഡൽ തന്നെയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നതിന് ഇപ്പം കുറച്ച് നമ്മുടെ ചാർജിങ് പോർട്ടിൽ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് 4.2 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 5.0 ആണ് സോഫ്റ്റ്വെയർ വെർഷൻ. പിന്നെ നമുക്കിവിടെ കുറേ വാച്ച് ഫേസസും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് യോഗയും ഹാർട്ട് ബീറ്റ് റേറ്റും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കാം. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 90 mAh ആണ്. അതോടൊപ്പം തന്നെ വോൾട്ടേജ് വരുന്നത് 3.8 ആണ്. പിന്നെ നമുക്ക് ചാർജിങ് ടൈം 2 മണിക്കൂർ ചാർജ് ചെയ്യാം. 20 ഗ്രാം വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ വരുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ 45 ഡിഗ്രി സെൽഷ്യസ് വരെയുണ്ട്. ഓക്കെ, ഇതാണെങ്കിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്പെസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അത് ഊരി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം. ഞാനിവിടെ എൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ഡോക്കുണ്ട്. ഇവിടെ ഞാൻ ഡോക്കിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ജസ്റ്റ് നേരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഈ റെഡ് ലൈറ്റ് കത്തുന്ന കൂടെ തന്നെ ഇവിടെ നമുക്ക് ചാർജിങ് കാണാൻ പറ്റും. 63% ആണ് എൻ്റെ ഇപ്പോൾ നിലവിൽ ഞാൻ ഈ ഒരു അൺബോക്സ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു വാച്ചിനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചാർജ് ആകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചാർജ് നമ്മുടെ മൊബൈലിൻ്റെ അഡാപ്റ്ററിലാണെങ്കിൽ നമുക്ക് നേരെ കണക്ട് ചെയ്തിട്ട് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഇത് ഊരിയെടുക്കാം. ഓക്കെ, അപ്പം ഈ സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നേരെ നമ്മൾ എന്നിട്ട് ഈ ഒരു സ്ട്രാപ്പിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും വാച്ചായി. അപ്പോൾ നമ്മൾ റിയൽമിയുടെ ഈ ഒരു ബാൻഡ് നമ്മൾ ചാർജിങ് ഡോക്കിൽ കണക്ട് ചെയ്ത് കാണിച്ചു. ഇത് ജസ്റ്റ് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് കണക്റ്റഡായി. സംഭവം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു ബാൻഡുമായിട്ട് നമുക്ക് കണക്റ്റഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോൺ എടുത്ത ശേഷം ഞാനിവിടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, റിയൽമി ലിങ്ക്. ഇത് കണക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഞാനിപ്പോൾ നേരത്തെ ഓണാക്കി വെച്ചതാണ്. നമുക്കിവിടെ കാണാം റിയൽമി ബാൻഡ് കണക്റ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ 65% ബാറ്ററി ബാക്കപ്പ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കുറേ ഫീച്ചേഴ്സ്, നമുക്ക് ഡെയിലി സ്ലീപ്പ്, ഉറങ്ങുന്ന സമയം, അതുപോലെ തന്നെ സ്റ്റെപ്സ്, നമ്മൾ എത്ര ദൂരം നടക്കുന്നു, ഹെയർട്ട് റേറ്റിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ കണക്റ്റഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും വാച്ചിൻ്റെ ഫേസസ് കാണാൻ പറ്റും, കോൾ റിമൈൻഡർ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ. അതായത് നമുക്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ നമുക്കിതിൽ ലഭിക്കും. അപ്പോൾ നമുക്കിവിടെ വാച്ച് ഫേസസ് കാണാൻ പറ്റും. ഇവിടെ 5 വാച്ച് ഫേസസ് ആണുള്ളത്. അപ്പോൾ നിലവിൽ വാച്ച് ഫേസസ് കുറവാണ്. പക്ഷേ
കുഴപ്പമില്ലാത്ത ഡിസൈൻസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വാച്ച് ഫേസസ് മാറുന്നത്. ഞാനിവിടെ ഓരോ വാച്ച് ഫേസ് മാറ്റുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും, ഫോണിൽ മാറുന്നത് കാണാൻ പറ്റും. എന്താണേലും കുഴപ്പമില്ലാത്ത വാച്ച് ഫേസസ് ആണ്. ഇനി അപ്ഡേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ വേറെ വാച്ച് ഫേസസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഫോൺ ഇൻ കേസ് നമുക്ക് ആരെങ്കിലും ഫോൺ നമ്മൾ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ നമ്മൾ ഈ ഒരു ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു കോളാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ ജസ്റ്റ് ഈ ഒരു ഇവിടെ ടാപ്പുണ്ട്, ഈ ജസ്റ്റ് നമുക്കിവിടെ ടാപ്പുണ്ട്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം, നമുക്ക് ആ കോൾ റിജക്റ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ എളുപ്പമുള്ളൊരു ഓപ്ഷനാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ ആണെങ്കിലും വളരെ പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും, എമർജൻസി ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം ഇങ്ങനൊരു നമ്മളൊരു സാധാരണ ഒരു വാച്ച് ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു വിലയ്ക്കുള്ള ഒരു സ്മാർട്ട് വാച്ച് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡെയിലി ഡ്രൈവറായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, ഒരു ഡെയിലി ഡ്രൈവായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മേടിക്കാൻ പറ്റും. ഇതിൻ്റെ വില 1500 വിലയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഓഫ് സ്റ്റോറിൽ നമ്മളിപ്പോൾ നാട്ടിലുള്ള ഓക്സിജൻ പോലത്തെ സ്റ്റോറുകളിലും ഇത് ലഭ്യമാണ്. ചില സ്റ്റോറുകളിലും പറയുന്ന പഴയ വില 3000 രൂപയ്ക്ക് വിൽക്കുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഓക്സിജനിലൊക്കെ ആണെങ്കിൽ ഒരു 1700 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. അപ്പം ഇതാണ്, ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. നമുക്ക് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു വാച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാച്ചാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം പല കളർ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡുണ്ട്. അപ്പോൾ കുറേ കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുന്ന വീഡിയോസ് അധികം നമ്മുടെ ചാനലിൽ കൂടെ കൊണ്ടുവരണം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എമിൽ സൈനിങ് ഓഫ്.